ഞാൻ ആ കമ്പനിയിൽ നിന്ന് എടുക്കും. പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ സഹായത്തോടെ മിഡിൽ ഈസ്റ്റിലേക്ക് കിടക്കും. അവിടെ നിന്ന് പിന്നെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രി. $1 million അതെങ്ങനെ എടുക്കും? അത്ര വലിയൊരു എമൗണ്ട് മാറ്റിയ കമ്പനി അറിയില്ലേ? 1000-1200 കോടിയുടെ ബിസിനസ് അവിടെ ഒരു വർഷം നടക്കുന്നത്. ഈ വരുന്ന പൈസയൊക്കെ ഷെയറും റിയൽ എസ്റ്റേറ്റും ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യും. രാജ്കുമാറിന് അതുകൊണ്ട് തന്നെ ഈക്വിറ്റി, ഫോറിൻ എക്സ്ചേഞ്ച് അങ്ങനെ കുറേ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് കിരണാ. പൈസ എടുക്കുന്ന ആയിരുന്നില്ല അതിൽ ഏറ്റവും വലിയ റിസ്ക്. കമ്പനി ഡാറ്റ എടുക്കുന്നതിലായിരുന്നു. അതിന് കിരൺ എൻ്റെ ഹെൽപ്പ് ചോദിച്ചിരുന്നു. താൻ ആദ്യം തൻ്റെ പേരിൽ ഒരു ബാങ്ക് ലോക്കർ എടുക്കണം. പിന്നെ നമ്മുടെ സിസ്റ്റം എഞ്ചിനീയർ അനന്തുമായിട്ടൊന്ന് സംസാരിക്കണം. ഞാൻ ഈ ഡേറ്റ സെർവറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അവന് വിവരം കിട്ടും. മാത്രമല്ല ഈ ഡേറ്റ എല്ലാം എൻക്രിപ്റ്റഡ് ആയിരിക്കും. മതി. അനന്തുവിന് മാത്രമേ അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കൂ. അതുപോലെ ഞാനും അവനും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല. പക്ഷെ തന്നോട് നല്ല കാര്യമെന്ന് എനിക്കറിയാം. ചിയേഴ്സ്. ഞാനും അനന്തവും നല്ല ഫ്രണ്ട്സൊക്കെ തന്നെയാ. എന്ന് വെച്ചാൽ ഇതൊന്നും അവനെനിക്ക്